ഇറാന്റെ ആക്രമണത്തോടെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. ഇറാൻ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കരുത്തായി ഇസ്രായേലിന്റെ വിഖ്യാത വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം യുഎഇയിൽ വിന്യസിക്കപ്പെട്ടു. ഇറാന്റെ ഏറ്റവും കൂടുതൽ മിസൈലുകൾ എത്തിയത് യുഎഇയിലേക്കായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അയൺ ഡോം എത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ തങ്ങളുടെ മണ്ണ് വിട്ട് മറ്റൊരു രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി അയൺ ഡോം ബാറ്ററികളും സൈനികരെയും വിട്ടു നൽകുന്നത്. US ഇറാൻ സംഘർഷം മുറുകുന്നതിനിടെ പുറത്തു വന്ന ഈ നീക്കം അറബ് ലോകത്ത് പുതിയൊരു പ്രതിരോധ സഖ്യത്തിന് തന്നെ തുടക്കമിടുകയാണ്. യുഎഇയിലെ US സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ അതുപോലെ തന്നെ മിസൈൽ ആക്രമണ സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു അടിയന്തര നീക്കം. ഭീഷണി നേരിടാൻ സഖ്യകക്ഷികളോട് UAE സഹായം തേടിയിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ധാരണയായത്. ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം അയൺ ഡോം ബാറ്ററികൾക്കൊപ്പം അത് പ്രവർത്തിപ്പിക്കാൻ വൈദഗ്ധ്യമുള്ള ഇസ്രായേൽ സൈനികരും ഇപ്പോൾ UAEയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇസ്രായേലിന് പുറത്ത് അയൺ ഡോം വിന്യസിക്കുന്നത്. സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിലാണ് UAEയിൽ അയൺ ഡോം വിന്യസിച്ചതെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മറ്റൊരു രാജ്യത്തേക്ക് അയൺ ഡോം ബാറ്ററി വിന്യസിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതോടെ US-നും ഇസ്രായേലിനും പുറത്ത് അയൺ ഡോം സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി UAE മാറി. പൊതുവിൽ അയൺ ഡോം എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വിവിധ പാളികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പുറം പാളി ആരോ സംവിധാനമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് ആരോ 2, ആരോ 3. അടുത്ത പാളിയാണ് ഡേവിഡ് സ്ലിംഗ്. 100 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ ദൂരെ നിന്നും വിക്ഷേപിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ സംവിധാനം. ഏറ്റവും പുറം പാളിയാണ് ഷോർട്ട് റേഞ്ച് അയൺ ഡോം. ചെറുതും വേഗത കുറഞ്ഞതുമായ മിസൈലുകളെയാണ് ഇവ തകർക്കുന്നത്. 4 മുതൽ 7 കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ളവയാണ് അയൺ ഡോം തകർക്കുന്നത്. രാജ്യത്തേക്കെത്തുന്ന റോക്കറ്റുകളെ റഡാറുകൾ ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് അയൺ ഡോം. അയൺ ഡോമിന്റെ ഓരോ ബാറ്ററിയിലും 3-4 ലോഞ്ചറുകൾ, 20 മിസൈലുകൾ, ഒരു റഡാർ എന്നിവയുണ്ട്. അയൺ ഡോമിന്റെ പരിധിക്കുള്ളിൽ റോക്കറ്റിനെ തിരിച്ചറിഞ്ഞ് സഞ്ചാരപാത കൺട്രോൾ സെന്ററിലേക്ക് അയക്കും. റോക്കറ്റ് ഇസ്രായേലിന് ഭീഷണിയാണോ എന്ന് കൺട്രോൾ സെന്റർ വിലയിരുത്തി പ്രതിരോധിക്കാനുള്ള മിസൈൽ വിക്ഷേപിക്കുകയും ചെയ്യാം. ഇങ്ങനെ എല്ലാം കൊണ്ടും ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു കരുത്തായി മാറുകയാണ് ഇസ്രായേലിന്റെ അയൺ ഡോം.